പീതാംബരങ്കരവിരാജിതരംഗചക്രകൗമോദഗീതരതിജങ്കരുണാഥമുത്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദിഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മപ്പെടുത്തുന്നു. പാലാഴി മഥനം കഥയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ശങ്കരമോഹനം വരെ അടുത്ത കഥ. നാലും ഏകദേശം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിലൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടത്, അമൃതം കഴിക്കാൻ പറ്റാത്തതായി കുപിതനായിക്കൊണ്ടും നിരാശാബോധത്തോടും ദേവന്മാരിൽ സ്വർഭാനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുരൻ ദേവന്മാരുടെ വേഷം കെട്ടി അമൃതം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കയറിക്കൂടുകയും സൂര്യചന്ദ്രന്മാർ ഇത് സൂചിപ്പിച്ചതിനെ തുടർന്ന് ഭഗവാൻ ചക്രം കൊണ്ട് ആ സ്വർഭാനുവിനെ ഹനിക്കുകയും ചെയ്തു. അങ്ങനെ അത് രാഹുകേതുക്കളായിട്ട് മാറി എന്നും സൂര്യചന്ദ്രന്മാരെ പ്രത്യേക ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്ന് ഈ പ്രതികാരം തീർക്കാൻ വിഴുങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തു എന്നും കൂടി ഒരു കഥ പാലാഴിമതനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും രാഹു സൂര്യനെയും കേതു ചന്ദ്രനെയും വിഴുങ്ങുന്നതാണ് എന്ന ഐതിഹ്യം ഈ കഥയെ തുടർന്നാണ് ഉണ്ടായത്. കള്ളത്തരം കാട്ടി അമൃതം ഭക്ഷിക്കാൻ തുടങ്ങിയതുകൊണ്ട് അവർക്ക് ലഭിച്ച ശിക്ഷ രണ്ടായി. പക്ഷെ അമൃതം കഴിച്ചതുകൊണ്ടാണ് അവർ മരിക്കാണ്ടിരുന്നത്. അപ്പം തല ബാക്കിയൊക്കെ പാമ്പിൻ്റെ ആകൃതിയായിട്ടും തല പാമ്പിൻ്റെ ആയിട്ട് ബാക്കിയൊക്കെ ഉടലായിട്ടാണ് രാഹു കേതുക്കൾ ഉണ്ടായത്. ഈ ചരിത്രങ്ങളെല്ലാം കേട്ടതായിട്ട സമയത്ത് സർവേശ്വരനായിരിക്കുന്ന പരമേശ്വരൻ വിഷദ്ജോ നിശമ്മേദം യോഷിത് രൂപേണ ദാനവാൻ, സ്ത്രീരൂപത്തിൽ ദാനവന്മാരെ മോഹയിത്വാ സുരഗണാൻ, മോഹിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്തു? ഹരി സോമം അപായത്, സുരഗണങ്ങളെ അമൃത് ഭുജിപ്പിച്ചു എന്ന് കേട്ടു. അമൃത് ഭുജിച്ചാലും അതൊക്കെ എന്തോ ആയിക്കോട്ടെ, തനിക്ക് ആ മോഹിനി വേഷം ഒന്ന് കാണുക വേണ്ടത് എന്നായി പരമേശ്വരൻ. ബാക്കിയുള്ളതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അമൃതത്തിൽ തന്നെ ഇരിക്കുന്ന ആളെ പിന്നെ എന്തപ്പോൾ അമൃതം. പക്ഷെ ഭഗവാന്റെ മായ അങ്ങനെയല്ല, അത് സുന്ദരമാണ്, ഒന്ന് കാണണം. ഭഗവാന്റെ മായ കാണാൻ തന്നെയാണ് പരമേശ്വരൻ. ഇപ്പം അതിൽ ഭ്രമിക്കുമോ? സത്യത്തിൽ ഭഗവാന്റെ മായയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. വേഗം പാർവതീ സമേതനായിക്കൊണ്ട് എല്ലാവരും കൂടിയിട്ടാണ് പുറപ്പെട്ടത്. അവരൊക്കെ അങ്ങനെ പുറപ്പെടുകയാണ് കുടുംബസമേതേ. ദേവദേവ ജഗത്യാപിഞ്ജഗദീശ ജഗന്മയ സർവേഷാമഭിഭാവാനാം ത്വമാത്മാ ഹേതുരീശ്വര. പറയുകയാണ്, ദേവദേവ, ഈ ലോകം മുഴുവനെ വ്യാപിച്ചതായിട്ടുള്ള ഈശ്വര, ജഗന്മയനായിട്ടുള്ള അവിടുന്ന് എല്ലാറ്റിനും കാരണക്കാരനാണല്ലോ. ഈ ലോകത്തിൻ്റെ ആദ്യവും ആദ്യന്താവസ്ഥേൻ മധ്യം ഇതം മന്യതകം, തുടക്കവും അടുക്കും അവസാനവും അങ്ങ് തന്നെയാണ്. ഇവിടെ പറയുകയാണ്, ബ്രഹ്മചിത് ഭവാൻ, ചിത്കനത്തോടു കൂടിയിട്ടുള്ള അവിടുന്നാണ്. തവൈവ ശരണാംബോജം ശയസ്കാമാ നിരാശിഷ, ആ പാദപത്മത്തെ ശയസ് ആഗ്രഹിക്കുന്ന എല്ലാവരും സദാ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരവരുടെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. ത്വം ബ്രഹ്മപൂർണ്ണമൃതം വിഗുണം വിശോകമാനന്ദമാത്രം അവികാരമതന്യതന്യൽ, പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മമാണ് അവിടുന്ന്, നിർഗുണമാണ്, യാതൊരു ദുഃഖച്ഛായയും ബാധിക്കാത്തവനും ആകുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദമാത്രം, ആനന്ദസ്വരൂപിയാണ്, അവികാരം, ഒരു കാലത്തും മാറ്റമില്ലാത്തതാണ്. നമ്മളൊക്കെ കുറച്ച് കാലം മുമ്പേ ഉള്ള പോലെയാണോ ഇപ്പോൾ? തലമുടിയൊക്കെ കറുപ്പുള്ളതൊക്കെ ഇപ്പോൾ എന്തായി? വെളുപ്പായി ഇല്ലേ? പല്ല് 32 എണ്ണത്തിൽ എത്ര പോയി ഇല്ലേ? കുറേ. അപ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ ബാല്യം, കൗമാരം, യൗവനം ഈ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഇല്ല ഭഗവാന്. അവികാരം അനന്യതന്യൽ, അങ്ങനെ അന്യാദൃശമില്ലാത്ത, വേറൊന്നിനോട് കൂടി ഉപമിക്കാൻ പറ്റാത്ത, വിശ്വസ്യകേതുരുദയസ്ഥിതിതം യമാനാം, എന്തോ ഒഴുക്ക ശ്ലോകത്തിനെ കണ്ടു. ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം മുതലായിട്ടുള്ളതിനൊക്കെ കാരണക്കാരനായിരിക്കുന്ന അങ്ങ് ഒന്നിനെയും ആശ്രയിച്ചിട്ടല്ല കഴിയുന്നത്. ഏകത്വമേവ തരതൽദയമദ്വയം ച സ്വർണം കൃതാകൃത വിവേകന വസ്തുഭേദാം.
ഏകനായിരിക്കുന്ന അങ്ങ് പല കാര്യങ്ങൾക്ക് വേണ്ടി പല വേഷം സ്വീകരിക്കുന്നതിൽ നിപുണനാണ് എന്ന് പണ്ടേ സമ്മതമാണല്ലോ. ഈ സ്വർണം കൊണ്ട് നമ്മൾ കടകുണ്ടാക്കും, വളയുണ്ടാക്കും, കുണ്ടലുണ്ടാക്കും, ചങ്ങലി ഉണ്ടാക്കും. സൂക്ഷ്മത്തിൽ ഇതെല്ലാം സ്വർണ്ണമാണ് അല്ലേ. സ്വർണം തന്നെയാണ് ചങ്ങലയാവണമെന്നും കുണ്ടലാവണമെന്നും കർണാഭരണമാവണമെന്നും സർവേശ്വര. അതേപോലെ ഒന്നായിരിക്കുന്ന അങ്ങ് ആവശ്യത്തിനനുസരിച്ചിട്ട് പല രൂപങ്ങളെടുക്കുന്നതിൽ എത്രമാത്രം സമർത്ഥനാണ് എന്ന് ഈ ലോകം 14 ലോകവും സമ്മതിച്ചത്. ഇനി ആരെങ്കിലും സമ്മതിക്കാനുണ്ടോ? തം ബ്രഹ്മകേചിത് അവയന്തിത ധർമ്മമേകെ, അങ്ങ് ധർമ്മമാണ് എന്ന് ചിലർ ഈ ലോകത്തിലൊക്കെ അറിയുന്നു. വളരെയധികം ശക്തിയുള്ളതും പുതുമയാർന്ന ശക്തിയുള്ളതുമായ അവ്യയനായിരിക്കുന്ന പുരുഷനാണ് എന്ന് വേറെ ചിലർ പറയുന്നു. പലരും പലതും അങ്ങേപ്പറ്റി പറയുന്നു. എന്നാലോ എൻ മായയാ, വരാൻ പോണ സന്ദർഭമായിട്ട് ബന്ധമുള്ളൊരു ശ്ലോകമാണ്. എൻ മായയാ മുഷിതചേതത ഈശദിത്യമർത്യാദിയക്കിമുദശതപ്രവൃത്ത, അങ്ങയുടെ ആ മായയിൽ മുങ്ങാത്തതായിട്ട് ഇവിടെ ആരുണ്ട് എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് അവതാരാമയാ ദൃഷ്ട രമമാണർത്യതേ ഗുണൈ സോഹം തദ്രട്ടുമിച്ഛാമി എത്തേ യോഷിത്വപുത്രിതം. മനോഹരമായിട്ടുള്ള ഒരു സ്ത്രീവേഷം അങ്ങ് സ്വീകരിച്ചു എന്ന് കേട്ടു. ആ അസുരന്മാരെ മോഹിപ്പിച്ച് അമൃതമെല്ലാം ദേവന്മാർക്ക് കൊടുത്തതായിട്ടും ഞങ്ങൾ കേൾക്കുന്നുണ്ടായി. തത്തിദിഷ്ടവായാത, ആ സുന്ദരി രൂപം ഒന്ന് ഞങ്ങൾക്ക് കാണണം, അതിനു വേണ്ടിയാണ് വന്നത് എന്ന് പറയുകയാണ്. ഭഗവാൻ ഉടനെ പറഞ്ഞു, കാമിനാം ബഹുമന്തവ്യം സങ്കല്പപ്രഭവോദയം. പരമേശ്വര, ഈ സ്ത്രീ എന്ന് പറഞ്ഞാലും പുരുഷൻ എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു മനസ്സിൻ്റെ ഭാവമല്ലേ. സത്യത്തിൽ ആത്മസ്വരൂപികൾക്ക് എവിടെ പുരുഷൻ, എവിടെ സ്ത്രീ? ഇത് വല്ലതും അവർക്കുണ്ടോ? ഇത് ശരീരത്തിന് ഭ്രമിക്കുന്നതാണ്. സ്ത്രീയുടെ ആത്മാവ് ഒന്നല്ലേ, പുരുഷൻ്റെ ആത്മാവ് ഒന്നല്ലേ? വല്ല വ്യത്യാസമുണ്ടോ? ഈ ശരീരം നോക്കാച്ചാൽ അത്രയ്ക്കൊക്കെ വ്യത്യാസമുണ്ടോ? സ്ത്രീയുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്, പുരുഷ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ചെറിയ ചില വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ അല്ലേ? വളരെ ചെറിയ ചില വ്യത്യാസങ്ങൾ കൊണ്ടല്ലേ സ്ത്രീ പുരുഷൻ നമ്മൾ വേർതിരിക്കുന്നത്. ബാക്കിയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നാണ്, ആത്മാവ് നോക്കുമ്പോൾ ഉള്ളിലൊന്നാണ്. ഉള്ളിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. പുറത്ത് വ്യത്യാസമുണ്ടോ? ഇല്ല. വളരെ ചെറിയ ഘടനയിലുള്ള ഒരു വ്യത്യാസത്തിലല്ലേ നമ്മുടെ ഭ്രമം. ആലോചിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ ഒരു സ്ത്രീയെ സ്വന്തമാക്കാൻ പലവിധ ക്ലേശങ്ങളും അനുഭവിച്ചിട്ട് ചിലർ അച്ഛനമ്മമാർക്ക് ഇഷ്ടമില്ലാണ്ടൊക്കെ സ്വന്തമാക്കണു. ചിലർ അച്ഛനമ്മമാരുടെ സഹകരണത്തോടു കൂടി സ്വന്തമാക്കി വിവാഹം കഴിക്കണം. എങ്ങനെ ആയാലും ഇതുകൊണ്ട് കിട്ടുന്ന സുഖം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 6 മാസം കുറച്ച് സുഖമൊക്കെ ഉണ്ടാവും അല്ലേ? അതന്നെ സുഖമാണെന്ന് തോന്നുകയാണ്. ആഭാസം എന്നതിന് പറയുക. സുഖാഭാസം, സുഖമല്ല, ഒരു തോന്നൽ. കഴിഞ്ഞാൽ തുടങ്ങുക ഈ പ്രശ്നം, പ്രാരബ്ധം അല്ലേ? ഒരു കുട്ടിയാവുകയുണ്ട്, അവിടുന്ന് മുതൽക്ക് കുട്ടികളാവണ വരെയൊക്കെ കുട്ടികളാവാനാവും. ആയി കഴിഞ്ഞാണ്ടോ അനങ്ങാൻ പറ്റണു? കാലുകെട്ടായി ഒരു കുട്ടിയും കൂടി ഉണ്ടായാലോ? അപ്പോൾ എവിടെയാ ഈ സ്ത്രീയെ ഒന്നിക്കുന്നതിലും പുരുഷനിൽ നിന്ന് ഒന്നിച്ച് ആക്കുന്നതിലും നേടുക എന്ന് നമ്മൾ പറയുന്ന, അവളെ ഞാൻ നേടി എന്നെ സ്വന്തമാക്കും എന്ന് പറയുന്നതിൽ എന്ത് സുഖമാണ് പുരുഷന് കിട്ടുന്നത്? എന്ത് സുഖമാണ് സ്ത്രീക്ക് കിട്ടുന്നത്? സങ്കല്പപ്രബോധ, വളരെ നല്ലൊരു വാക്കാണ് അവിടെ ഈ സങ്കല്പം. അതുകൊണ്ടിപ്പോൾ വിവാഹം കഴിക്കേണ്ടതെന്നാണോ അർത്ഥം? അങ്ങനെ അർത്ഥമാക്കിയിട്ടില്ല കേട്ടോ. അത് ആരും തെറ്റിദ്ധരിക്കണ്ട. ചെറുപ്പക്കാർ വിവാഹം കഴിക്കാത്തൊരിത് കേട്ടിട്ട് അയാൾ ആരും വിവാഹം കഴിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കും കൂടി ചീത്തപ്പേരാ. അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല, ഭാഗവതവും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം എന്താ ഈ പറഞ്ഞത്? അതിൽ നിന്ന് സുഖം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ചെയ്യണ്ടെന്ന് അത്രേ പറഞ്ഞു. ചെയ്തോളൂ, കാരണം അത് ലോകധർമ്മമാണ്. എല്ലാ ദിക്കിലും പറയണത് അങ്ങനെ വേണം തന്നെയാണ്, വിവാഹം കഴിക്കണം തന്നെയാണ്. സംശയമൊന്നും അക്കാര്യത്തിലില്ല. പക്ഷേ അതിൽ നിന്ന് പരിപൂർണ സുഖം കിട്ടും. ഇത്ര നല്ലൊരു ഉപദേശം അത് പ്രതീക്ഷിച്ചിട്ട് ആരും അതിന് പുറപ്പെടണ്ട. പ്രതീക്ഷിച്ചിട്ട് പുറപ്പെടും വേണം. അതാണ് അത് പൂർണ്ണ സുഖകരമായിട്ടുള്ള ഒന്നല്ല എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവരും വിവാഹം കഴിക്കണം.
വേണ്ട എന്നല്ല, ആ പ്രാരബ്ധങ്ങൾ അനുഭവിക്കണം, അങ്ങനെയേ ജീവിതമാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് സുഖപ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് സങ്കല്പപ്രബോധയം എന്നൊരു വാക്കേ ഉള്ളൂ. വെച്ചാലും അവിടെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്, പറയേണ്ടതുമുണ്ട്, വിവരിക്കേണ്ടതുമുണ്ട്. ഇതിനാണ് കഥയെ. സ്ത്രീയായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു, ശിവൻ അതിൽ മോഹിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയല്ല കഥ. അതിപ്പോൾ വലിയൊരു സംഗതിയൊന്നുമല്ല. കഥകളൊക്കെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയും. അതപ്പോൾ എല്ലാവർക്കും അറിയാം ഏത് കഥയാണ്. അതൊരു പ്രാവശ്യം പറഞ്ഞാൽ അത്ര, അതിൽ നിന്ന് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മളെടുക്കണം. എന്നാലാണ് ആ കഥയ്ക്ക് അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ ഒരു കഥ മാത്രമാവും. അതുകൊണ്ട് സുഖമാസ്പദമല്ല സുഖമാസ്പദമല്ല പുരുഷൻ. വിവാഹ ജീവിതത്തിൽ സുഖം എന്നുള്ളത് മാത്രമാവില്ല പലപ്പോഴും ഉണ്ടാവുക. പക്ഷേ എങ്കിലും ലോകധർമ്മത്തിനനുസരിച്ചിട്ട് അത് വേണം, അനുഭവത്തിന് വേണ്ടിയാണ് അത്. എന്തായാലും അങ്ങേക്കിപ്പോൾ ഞാനത് കാണിച്ചു തരണം, അത്രയല്ലേ വേണ്ടൂ എന്നും പറഞ്ഞ് വൈകുണ്ഠാട് മറഞ്ഞു. മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം, അതിൽ പൂച്ചെടികളുണ്ട്, വണ്ടുകളുണ്ട്, പക്ഷികളുണ്ട്, ചില ചെറിയ തടാകങ്ങൾ, വെള്ളമൊക്കെ ഉണ്ട്. അതിമനോഹരം. ഭഗവാനുണ്ടോ വല്ല പ്രയാസവും? സങ്കല്പം കൊണ്ട് തതോ ദദർശോ ഭവനേ വരസ്ത്രിയം വിചിത്ര പുഷ്പാരുണപല്ലവദ്രുമോ വിക്രീഡതിങ്കന്തുകലീലയാലതദ്ദുകൂലപര്യതനിദംബമേഖലാം. ചിലപ്പോൾ ഒക്കെ വിചാരിക്കേ ഈ കഥയൊക്കെ അങ്ങനെ പറഞ്ഞു പോയാൽ ഈ ശ്ലോകം ഇങ്ങനെ എന്തിനാ പോയി പിട്ടും കടലയും പോലെ ഇങ്ങനെ ഭാഗവതത്തിലേക്ക് നോക്കുമ്പോൾ ശ്ലോകം ചെല്ലാനാണ് തോന്നുക. അപ്പോൾ എന്താ ചെയ്യുക? അത് ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും ആ ഭംഗിയൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ആ ഇടയ്ക്ക് ഇരിക്കട്ടെ, നേരം പോയാലും അത്ര ബാക്കി പിന്നെ പറയാൻ തോന്നുക. അങ്ങനെയാണ്. തദോദർശോ ഭവനേ വരസ്ത്രിയം വിചിത്ര പുഷ്പാരുണ പല്ലവദ്രുമേ. വിചിത്രങ്ങളായിരിക്കുന്ന ചുവന്ന തളിരുകൾ, ഇപ്പോൾ പൊട്ടിമുളച്ച തളിരാണ് ഈ ചുവപ്പുണ്ടാവുക. ആ സാഹിത്യ ഭംഗിയുണ്ടല്ലേ, അങ്ങനത്തെ തളിരുകൾ ഒക്കെ ഉള്ളതായ നല്ലൊരു തോട്ടത്തിൽ ആ പരമേശ്വരൻ ഭഗവാനെ കാണുകയാണ്. എങ്ങനെ? വരസ്ത്രീയം, വളരെ സൗന്ദര്യമുള്ളതായൊരു കുലകന്യകയായിട്ട്. ദുകൂലപര്യസ്ത നിദംബമേഖലാം, മനോഹരമായിട്ടുള്ള വസ്ത്രധാരണം കൊണ്ട് ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയിട്ട്, അരപ്പട്ടയൊക്കെ കെട്ടി, മേഖലയൊക്കെ കെട്ടി, പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ആ സുന്ദരിയെ പരമേശ്വരൻ കാണുകയാണ്. പ്രകിട്ടഹാരോരു പരേ പതേ പതേ, ഓരോരോ പദത്തിലും അടിവെച്ച് മറ്റുള്ളവരെ ആനന്ദിപ്പിച്ചുകൊണ്ടും ആകർഷിച്ചിട്ടും ആ സുന്ദരി അതിങ്ങനെ സഞ്ചരിച്ചു എന്ന് പറയുകയാണ്. നോക്കുമ്പോൾ പരമേശ്വരൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, കണ്ണെടുക്കാതെ നോക്കാൻ തുടങ്ങി. ഇവിടെ പറഞ്ഞു കപോല നീലാള കമണ്ഡിദാനനാം, മനോഹരമായിട്ടുള്ള കവിൾത്തടങ്ങൾ, അതിലൊക്കെ കുറേശ്ശേക്ക് ഇങ്ങനെ വീണിരിക്കുന്ന നിരകൾ, തലമുടിയുടെ ഓരോതൊക്കെ ആയിട്ട് കണ്ടു പന്തടിച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ഭഗവാൻ. ഒരു 19-20 വയസ്സ് പ്രായമുള്ള ആ ഒരു പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ കുമാരിയായിട്ട് പന്തടിച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ചിലപ്പോൾ ഈ പന്ത് ഇങ്ങനെ പരമേശ്വരൻ്റെ അടുത്തേക്ക് വരും. പരമേശ്വരൻ എടുത്തിട്ട് കൊടുക്കുന്ന പുഞ്ചിരിക്കും ആ സ്ത്രീ, ഒന്നങ്ങോട്ട് തിരിഞ്ഞ് പോയിട്ട് വീണ്ടും പന്ത് കളിക്കും. അങ്ങനെ പല പ്രാവശ്യം ഈ പന്തൊക്കെ എടുത്തു കൊടുത്തിട്ടും മന്ദഹാസം ചെയ്തിട്ടും ആ പരമേശ്വരൻ ക്രമേണ ആ സുന്ദരിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കയ്യിൽ കിട്ടിയെന്നിങ്ങനെ തോന്നുമ്പോൾ ഒന്ന് കിട്ടാതെ കൊതറി മാറും. വീണ്ടും കയ്യിൽ കിട്ടിയെന്ന് തോന്നും. പല പ്രാവശ്യമായപ്പോൾ ഒന്ന് സുന്ദരി ഇങ്ങനെ നിന്ന് കൊടുത്തു. എന്താ ചെയ്യാന്നറിയാലോ എന്നങ്ങനെ വിചാരിച്ചിട്ട് വേഗം കെട്ടിയാണ് പുണർന്നു പരമേശ്വരൻ. കെട്ടി പുണർന്നുകൊണ്ട് ഒരു നിമിഷം തൻ്റെ ആ ഒരു ഈശ്വരഭാവത്തിൽ നിന്നൊന്ന് മാറിയോ സംശയം. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഭ്രമിക്കുന്ന ആളല്ല, കാമദേവനെ ദയിപ്പിച്ച ആളാണല്ലേ. പക്ഷേ ഭഗവാന്റെ മായയിൽ മുങ്ങിയിട്ട് ഒന്നതിൽ ഭ്രമിച്ചോ എന്ന് സംശയിക്കത്തക്ക വിധം വളരെ ചെറിയൊരു മുഹൂർത്ത നേരം ആ സ്ത്രീയെ പുണർന്ന് ആസ്വദിച്ച് നിൽക്കുന്നത് പോലെ കാണപ്പെട്ടു. പെട്ടെന്ന് തന്നെ താൻ തൻ്റെ നിഷ്ഠയിലേക്ക് വരും ചെയ്തു. അതാണ് ആ മോഹിനി വേഷത്തിൽ അനന്തമായി ഭ്രമിച്ചു പോയതൊന്നുമില്ല. അയ്യോ താൻ എന്താണ് ഈ ചെയ്യുന്നത്? തൻ്റെ നിഷ്ഠയെക്കുറിച്ച് ഓർത്തു, വിട്ടു ഒരു നിമിഷം. അപ്പോൾ ആ സമയത്ത് പതിച്ചതായിട്ടുള്ള രേതസ്സൊക്കെയാണ് ഭൂമിയിലത്തെ
സ്വർണവും വെള്ളിയും ആയിത്തീർന്നത് എന്ന് ഐതിഹ്യമായിട്ട് പറയുന്നു. അങ്ങനെ പരമേശ്വരൻ ചെറുതായിട്ടൊരു കുറ്റബോധമോ എന്തോ ഒന്നോടുകൂടി ഇങ്ങനെ നോക്കി, ഭഗവാനും നോക്കി. ദിട്ട്യാ തം ദിബുതശ്രേഷ്ഠ സ്വാം നിഷ്ഠാമാത്മനാർത്ഥിത. പരമേശ്വര, അങ്ങ് ആത്മനിഷ്ഠനാണെന്ന്. പക്ഷേ ഒരു നിമിഷം അങ്ങക്ക് ചെറുതായിട്ടൊരു ഭ്രംശം പറ്റിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്മേ ത്രീരൂപയ സ്വൈരം മോഹിതോപ്യംഗമായ. ആ മായാ രൂപത്തിൽ ഒരൽപ്പം അങ്ങ് ഭ്രമിച്ചുവല്ലേ എന്ന് ചോദിക്കുകയാണ്. പരമേശ്വര, എൻ്റെ മായ അങ്ങനെയാണ്. മമ മായ ദുരത്യയ. ഗീതയിൽ ഭഗവാന്റെ മായ കടക്കാൻ പ്രയാസമുള്ളതാണ്. ബ്രഹ്മാവ് മുതൽ കൊണ്ടുള്ളവരൊക്കെ അതിൽ ഭ്രമിച്ചിരിക്കുന്നു. സ്വന്തം പുത്രിയായിട്ടുള്ള സരസ്വതിയിൽ ഉണ്ടാവാൻ പാടാത്ത ആഗ്രഹം ഉണ്ടായില്ലേ ബ്രഹ്മാവിന്? ശ്രേയം ഗുണമയി മായ നത്വാം അഭിഭവിഷ്യതി മയാ സമേത കാലേന കാലരൂപേണ ഭാഗശാം. എൻ്റെ ഗുണങ്ങളിൽ പണഞ്ഞതായിട്ടുള്ള ഈ മായയിൽ സാധാരണ നിലയ്ക്ക് അങ്ങേപ്പോലുള്ളവർ പെടാറില്ല. ഇനി ജയിച്ചിട്ടുള്ള അവസ്ഥയിലുള്ളവർ പെടാറില്ല. പക്ഷേ ഇനി പെടാതിരിക്കട്ടെ. ഏതായാലും അങ്ങക്ക് ഈ വേഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്നിങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിലത്തെ തത്വം പറയുകയാണ്. എന്താണ് മായാമോഹനം അല്ലെങ്കിൽ ശങ്കരമോഹനം എന്നുള്ളതിൻ്റെ വ്യത്യാസത ആ തത്വം. അപിവ്യഭ്യത്വമജസ്യമായാം പരസ്യ പുംസ പരദേവതായ അഹം കലാനാമുഷഭോ വിമുഖ്യേ യാവശോന്യേക്ക് മുതാ അസ്വതന്ത്ര. ഇത്രയും കാമദേവനെ ദയിപ്പിച്ചതായിട്ടുള്ള പ്രഭാവം ഉള്ളതായിരിക്കുന്ന അങ്ങടക്കം എൻ്റെ മായയിൽ ഭ്രമിച്ചുമില്ലേ? അപ്പോൾ അസ്വതന്ത്രന്മാരായിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താ? ഞാൻ മായയെ ജയിച്ചു, ഞാൻ എല്ലാറ്റിനും ജയിച്ചവനാണ്, എന്നെ മായ ബാധിക്കില്ല, ഇതൊന്നും പറഞ്ഞ് നടക്കാൻ നമ്മളാരും ആയിട്ടില്ല. ദേവീഭാഗവത്തിൽ ശുഗൻ അങ്ങനെ ഒരു പറയുമ്പോൾ വ്യാസൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ വിവാഹം കഴിക്കില്ല, അവിടെ ശുഗൻ വിവാഹം കഴിക്കണതായിട്ടാട്ടോ. അത് വലിയൊരു വിഷയമാക്കേണ്ട വിഷയമൊന്നുമല്ല. ലക്ഷ്യം രണ്ടാളുടെ ഈശ്വരപ്രാപ്തിയാണെന്ന് ഓർത്താൽ മതി ഇപ്പം നമ്മൾ തൽക്കാലം. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു ശുഗൻ. അവിടെയും ആദ്യം വിരക്തി തന്നെയാണ്. അതുകൊണ്ട് വ്യാസൻ പറഞ്ഞു കൊടുക്കുകയാണ്, പുത്ര, ആരും ഈ ഭഗവാന്റെ മായയെ ജയിച്ചു എന്ന് അഭിമാനിക്കാനൊന്നും പറ്റില്ല. താനടക്കം മായയിൽ കുടുങ്ങിയിട്ടുണ്ടേ വ്യാസൻ. എന്നിട്ട് വേണ്ടേ ഇപ്പോൾ? കാരണം പുത്രൻ എന്നുള്ളൊരു ഭാവം വല്ലാണ്ട് ബാധിച്ചു വ്യാസനെ. ഒറ്റപ്പെട്ട രീതിയിൽ തൻ്റെ പുത്രനെ ഓർത്ത് കരഞ്ഞിരുന്നു എന്നാണ് അത്രയും ജ്ഞാനിയായിട്ടുള്ള വ്യാസൻ. അപ്പോൾ ആ അനുഭവത്തിലാണ് പറയണത് ആരും മായയ്ക്ക് അതീതമല്ല. അതുകൊണ്ട് നീ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ജനക മഹാരാജാവിൻ്റെ അവിടെ പോയിട്ട് സംശയ നിവൃത്തി വരുത്തി ശുഗനെ വിവാഹം കഴിപ്പിച്ചു. പീവരി എന്ന് പറഞ്ഞിടത്തിലെ വിവാഹം കഴിച്ച് അതിൽ പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വർണ്ണിക്കുക. ഒരു ശുഗൻ എന്താ അങ്ങനെ പറയണം, അവിടുത്തെ ശുഗൻ എന്താ അങ്ങനെ പറയണം, അതൊന്നും വിഷയമാക്കരുത്. അന്ന് അവിടെ വിഷയമല്ല. രണ്ട് തരത്തിൽ പറഞ്ഞാലും ലക്ഷ്യം എവിടേക്കാണ്? അവിടെ ദേവിയെ ഭജിക്കണം, ഇവിടെ ഭഗവാനെ ഭജിക്കണം. അവിടെ എടുക്കാവൂ. അതാണ് പുരാണങ്ങളിൽ നിന്ന് എടുക്കേണ്ട പോലെ എടുക്കണം, തർക്ക വിഷയമാക്കാനല്ല എന്ന് പറഞ്ഞത്. എടുക്കേണ്ട പോലെ എടുത്താൽ അതിനും അതിൻ്റേതായ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഇപ്പം എന്തേ പറഞ്ഞ് മായയിൽ കുടുങ്ങാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ആ മായയെ ജയിക്കാൻ അത്രയും വാസ്തവത്തിൽ ഗൃഹസ്ഥാശ്രമം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന ഭാവേന അനുഭവിച്ച് അതിൽ വിരക്തി വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? ഇനിയും സ്ത്രീ പുരുഷന്മാരുടെ പിന്നാലെ, പുരുഷനാച്ച സ്ത്രീ, സ്ത്രീയാച്ച പുരുഷൻ, അവരിലെ ഭ്രമം നമുക്ക് വളരെയേറെ കുറയും. ഇല്ലെങ്കിൽ അവനെ ഇപ്പം എന്താ പറയേണ്ടത് എനിക്ക് നിശ്ചയമില്ല കേട്ടോ. ഇനിയും കുറഞ്ഞില്ലെങ്കിൽ അവനെ പറയാൻ വയ്യ. ഒരുവിധം ആളുകൾക്കൊക്കെ ആ ഒരു ഭ്രമം കുറയ്ക്കാനാണ് ഗൃഹസ്ഥാശ്രമം. അപ്പം അതുകൊണ്ട് ആർക്കും തന്നെ ഭഗവാന്റെ മായയെ കടക്കാൻ പറ്റില്ല. എന്നാൽ അതിന് മാർഗം ഇല്ലേ എന്നാണ് വെച്ചാൽ മാർഗമുണ്ട്. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക, അത് മാത്രമേ അതിനൊരു മാർഗമുള്ളൂ. യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം സമസ്ത സംസാര പരിശ്രമാപകം. സംസാരത്തെയും മായയും കടക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഒരു കനത്തതായിട്ടുള്ള നായ, വലിയ ശക്തനായിട്ടുള്ള നായ നമ്മുടെ നേർക്ക് ചാടി വന്നാൽ നമ്മൾ ആരെയാണ് വിളിക്കുക? അതിൻ്റെ ഉടമസ്ഥനെ വിളിക്കണം. ആളിപ്പോൾ കൂട്ടിലേക്കെന്ന് അത് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ അത് കേൾക്കുള്ളൂ. നമ്മൾ പറഞ്ഞാൽ ചാടി കയറി നമ്മളെ ആക്രമിക്കും ഇല്ലേ? അപ്പോൾ നായയുടെ ഉടമസ്ഥനാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് കേട്ടോ. ഇതേപോലെ മായ എന്ന് പറഞ്ഞതൊരു മഹാമൃഗമാണ്. എളുപ്പത്തിലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ ഭഗവാനാണ്. ആ മായയ്ക്കൊരു ഉടമസ്ഥനുണ്ട്, ഭഗവാൻ. ആ ഭഗവാനെ ഉറക്ക വിളിക്കുക. അപ്പം മായ നമ്മളെ ബാധിക്കില്ല.
അതിൻ്റെ സൃഷ്ടാവിനെ തന്നെ ശരണം പ്രാപിക്കണം. മായാധീശനായിരിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിക്കണം. മായയെ ഉണ്ടാക്കിയ ആളെ തന്നെ ശരണം പ്രാപിക്കുക, മായയുടെ ഉടമസ്ഥനെ ശരണം പ്രാപിക്കുക. ദയവായിട്ട് അതെന്നെ ബാധിക്കാതെ നോക്കണേ ഭഗവാനെ. ഭഗവാൻ തന്നെ വിചാരിക്കണം, നമ്മളൊന്നും കൂട്ടിയാൽ ഈ മായയെ ജയിക്കാനായിട്ടില്ല, ആവൂല്ല ഈ ജന്മം കൊണ്ടൊന്നും. അത്രയും ശക്തമാണ് മായ. അതുകൊണ്ട് അസത് അവിഷയമങ്ക്രിംഭാവഗമ്യം പ്രപന്നാൻ അമൃതമരവര്യാൻ ആശയ സിന്ധു മധ്യം കപടയുവതിവേഷോ മോഹയൻ യസ്സുരാരീ തമകമുപസൃതാനാം കാമപൂരം നതോസ്മി. അസത് അവിഷയം, അസത്തുക്കളായിട്ടുള്ളവർക്കൊരിക്കലും പ്രാപിക്കാൻ പറ്റാത്തതും, ഈശ്വരനെ അവർക്ക് കിട്ടില്ല. അസത്തുക്കൾ എന്ന് പറഞ്ഞാൽ സത്യത്തെ നോക്കാത്തവർ, മായയിൽ മുങ്ങിയ അസത് ആയിട്ടുള്ള വിഷയങ്ങളിൽ ശരണം പ്രാപിക്കാൻ, അസത് അവിഷയം അവർക്ക് കിട്ടാത്ത ആ പാദപത്മത്തോടു കൂടിയവനും, ഏതൊരു ഭഗവാനാണ് അമൃതം ദേവന്മാർക്കൊക്കെ കൊടുത്തതും കപട യുവതി വേഷം ധരിച്ച് സർവേശ്വരനായിരിക്കുന്ന പരമേശ്വരനെ കൂടി മോഹിപ്പിക്കുകയും ചെയ്തത്, ആ മോഹിനിയെ സർവകാമങ്ങളാലും ആക്രമിക്കപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിക്കൊണ്ട് എല്ലാ ആഗ്രഹപൂരണത്തിനും വേണ്ടി ഞാൻ ഭജിക്കുന്നു. അസത്തുക്കൾക്ക് വിഷയമല്ലാത്ത പാദപത്മത്തോടു കൂടിയ ആ സമുദ്രത്തിൽ നിന്ന് ലഭിച്ചതായ അമൃതം ദേവന്മാർക്ക് കൊടുത്തതായ കപടവിധിവേഷം കെട്ടി പരമേശ്വരനെ മോഹിപ്പിച്ച ആ പരമേശ്വരനെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനായിക്കൊണ്ട് ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ശങ്കരമോഹനം. അയ്യപ്പൻ്റെ ഉൽപ്പത്തി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ശ്രീമദ് ഭാഗവതത്തിലെ അയ്യപ്പൻ്റെ ഉൽപ്പത്തിയോ അയ്യപ്പ ജനനോ അങ്ങനെ ഒരു പ്രസ്താവം ഇല്ല. അങ്ങനെ ഭഗവാന്റെ തുട കീറിയിട്ടാണ് അയ്യപ്പസ്വാമി ഉണ്ടായത് എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ലളിതോപാഖ്യാനത്തിൽ പറയുന്നു എന്ന് അറിവുള്ളവർ, അത് വായിച്ചവർക്ക് പറയുന്നു. ലളിതോപാഖ്യാനത്തിൽ പറയുന്നു എന്നാണ്. അത് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ കഥയാണ്, ഇല്ലാത്തതല്ല, ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അയ്യപ്പസ്വാമിയെ സ്മരിച്ചതുകൊണ്ട് ഒരു മഹാപരാധമൊന്നുമല്ല. വേറെ ചില അപരാധങ്ങൾ നോക്കുമ്പോൾ ഇതൊരു വലിയ അപരാധമൊന്നുമല്ല. അയ്യപ്പ എന്നൊന്ന് പറഞ്ഞതുകൊണ്ടൊരു തെറ്റൊന്നുമല്ല. പക്ഷെ അത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എന്നും കൂടി പറഞ്ഞിട്ട് പറയണം, എന്നിട്ട് പറയാം. അങ്ങനെയാണ് അയ്യപ്പനുണ്ടായത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു അബദ്ധവും മാനടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അങ്ങനെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു, പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ അയ്യപ്പ ജനന പ്രസ്താവം ഇല്ല. ഇത് പറയുന്നത്തെ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്തൊരു കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.